ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. 47 റൺസുമായി മുന്നിൽ നിന്ന് നയിച്ച സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ. കുൽദീപ് യാദവ് 3 വിക്കറ്റ് സ്വന്തമാക്കി. ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ 2ാം ജയമാണിത്. ജയേഷ് പൂക്കുട്ടൂരുണ്ട് വിശദാംശങ്ങളുമായി. ജയേഷ്, സൂപ്പർ ഫോറും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ശക്തമായ പോരാട്ടം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ടോ? അനായാസമായി ഇന്ത്യ കിരീടം നേടുമോ? നിലവിലെ ഫോമിലും നിലവിലെ സാഹചര്യത്തിലും ഇന്ത്യ അനായാസം തന്നെ കിരീടം തൂക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇനി അത്ര ശക്തമായ എതിരാളികൾ ഇന്ത്യക്കില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ഇനി വെള്ളിയാഴ്ച നേരിടാനുള്ളത് ഒമാനെയാണ്. ഒമാനെ പാകിസ്ഥാനോട് പോലും ഒമാൻ വലിയ രീതിയിൽ വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഇന്ത്യക്കെതിരെ എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇനി സൂപ്പർ ഫോറിലേക്ക് വരുമ്പോൾ അല്പമെങ്കിലും ഇന്ത്യക്ക് ഫൈറ്റ് കൊടുക്കാനെങ്കിലും സാധ്യതയുള്ളൊരു ടീം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. നമുക്കെന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ അനായാസം തന്നെയായിരുന്നു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയം. മത്സര കണക്കിൽ അതായത് ആകെ 14 T20യിൽ 11 വിജയിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരായ മേധാവിത്വം ഇന്ത്യ അരക്കെട്ടുറപ്പിക്കുന്ന മത്സരം കൂടിയായിരുന്നു ഏഷ്യ കപ്പിലെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് തുടക്കത്തിൽ തന്നെ പിഴയ്ക്കുകയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ പാക് ഓപ്പണറെ മടക്കിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. 2ാം ഓവറിൽ ജസ്പ്രീത് ബുംറയും പാകിസ്ഥാന്റെ താരങ്ങളെ മടക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാന് ഒരു മേധാവിത്വം നേടാൻ കഴിഞ്ഞില്ല. പാക് ഇന്നിംഗ്സിലേക്ക് നോക്കുമ്പോൾ ഷഹീൻ ഷാ അഫ്രീദിയുടെ ഒരു പോരാട്ടമാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട നിലയിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചത്. ഫർഹാനാണ് 40 റൺസ് നേടിയ ഓപ്പണർ. ഫർഹാനാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ. വാലറ്റത്ത് ആഞ്ഞടിച്ചുകൊണ്ട് 4 സിക്സറുകൾ നേടിയ ഷഹീൻ ഷാ അഫ്രീദിയാണ്. 16 പന്തിൽ 33 റൺസ് എടുത്ത് പുറത്താകുന്ന ഷഹീൻ ഷാ അഫ്രീദിയാണ് പാകിസ്ഥാന്റെ 2ാമത്തെ ടോപ്പ് സ്കോറർ. ഷഹീൻ ഷായുടെ ഒരു പോരാട്ടം തന്നെയാണ് പാക് ഇന്നിംഗ്സ് 120 മുകളിലൊരു ടോട്ടലിലേക്ക് എത്തിച്ചത്. 128 റൺസ് എന്ന താരതമ്യേന ചെറിയ ടോട്ടലിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഒരു ഘട്ടത്തിൽ പോലും ഒരു വെല്ലുവിളി ഉയർത്താൻ പാക് ബൗളർമാർക്കായില്ല എന്നുള്ളതാണ്. 2ാമത്തെ ഓവറിൽ തന്നെ ശുഭ്മാൻ ഗില്ലിന് നഷ്ടമായെങ്കിലും ഇന്ത്യ മികച്ച തുടക്കം അഭിഷേക് ശർമ്മയിലൂടെ നേടുകയുണ്ടായി. 13 പന്തിലാണ് അഭിഷേക് ശർമ്മ 31 റൺസ് എടുത്തത്. 2 സിക്സറുകളും 4 ബൗണ്ടറികളിലും സഹിതമായിരുന്നു അഭിഷേകിന്റെ ഇന്നിംഗ്സ്. ഒപ്പം തന്നെ പിന്നീടെത്തിയ നായകൻ സൂര്യകുമാർ യാദവ് 37 പന്തിൽ 47 റൺസുമായി പുറത്താകാതെ നിന്നു. മികച്ചൊരു സിക്സറിലൂടെയാണ് സൂര്യകുമാർ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഇന്ന് സൂര്യയുടെ 35ാമത്തെ പിറന്നാൾ കൂടിയായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ സൂപ്പർ സൺഡേ പോരാട്ടത്തിൽ പിറന്നാൾ ദിനത്തിൽ ഇന്ത്യക്ക് അവിസ്മരണീയമായ വിജയം സമ്മാനിക്കാൻ നായകൻ കൂടിയായ സൂര്യകുമാർ യാദവിനായി എന്നുള്ള ശ്രദ്ധേയം തന്നെയാണ്. തിലക് വർമ്മ 31 പന്തിൽ 31 റൺസുമായി വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ ഇന്ത്യക്ക് കാത്തു. സൂര്യകുമാറിന് യാദവിനൊപ്പം മികച്ചൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തു. പിന്നീട് തിലകിന് ശേഷമെത്തിയ ശിവം ദുബെ 7 പന്തിൽ 10 റൺസുമായി പുറത്താകാമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. തിലക് വർമ്മ പുറത്തായ സാഹചര്യത്തിൽ 5ാമനായി സഞ്ജു സാംസൺ ക്രീസിലെത്തുമെന്നാൽ സഞ്ജുവിനെ ഇന്ന് ഇറങ്ങേണ്ടി വന്നില്ല. ശിവം ദുബെയായിരുന്നു 5ാം നമ്പറിൽ ഇറങ്ങിയത്. എന്തായാലും ഒരു അനായാസമായ വിജയത്തോടു കൂടി തന്നെ 7 വിക്കറ്റ് അനായാസ വിജയത്തോടു കൂടി തന്നെ ഇന്ത്യ ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച് സൂപ്പർ ഫോറിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച ഒമാനെതിരെയാണ് ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം. പിന്നീട് സൂപ്പർ ഫോറിലെ പോരാട്ടങ്ങളാണ്. ദയനീയ തോൽവി ഏറ്റുവാങ്ങിയാണ് പാകിസ്ഥാന്റെ മടക്കം. ജയേഷ് പൂക്കുട്ടൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.